ഹായ് ഫ്രണ്ട്സ്, ഫ്ലേവേഴ്സ് ഓഫ് ജാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ 3 പുഡിങ്ങുകളാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ പിസ്ത വെച്ചിട്ടുള്ള പുഡിങ്ങാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര ആവശ്യമില്ലെങ്കിൽ 1/2 ലിറ്റർ പാൽ വെച്ചിട്ട് ചെയ്താൽ മതി. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ അതിൻ്റെ പകുതി അളവ് വെച്ചിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇതൊരു പരിപാടിക്ക് വേണ്ടി തയ്യാറാക്കുന്നത് കൊണ്ടാണ് 1 ലിറ്റർ പാലിൽ ചെയ്യണത്. ഇനിയിപ്പോൾ ഈ പാലൊന്ന് ചൂടായി വരട്ടെ. അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടിന്ന് മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ഇത്ര ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡും ബാക്കി പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് 18 ഗ്രാം ചൈന ഗ്രാസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് 2 കപ്പ് വെള്ളത്തിൽ ഒന്ന് കുതിർത്താൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊരു പാത്രത്തിൽ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഈ കുതിർത്തെടുത്ത ചൈന ഗ്രാസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പാല് തിളപ്പിക്കണോട് കൂടി തന്നെ അതും കൂടെ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പാലിലേക്ക് കുറച്ചും കൂടെ മധുരം ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പാലൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ 1/2 ലിറ്റർ പാലിലേക്കാണെങ്കിൽ 8 ഗ്രാം ചൈന ഗ്രാസ് മതിയാവും. ഇനി 10 ഗ്രാം വരെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരേ സമയം രണ്ടും വെച്ചാൽ ഒരേ ചൂടിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് പിരിഞ്ഞു പോകുന്നില്ല. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ തിളക്കാനുണ്ട്. അപ്പോൾ ഏകദേശമൊക്കെ ഇപ്പോൾ ഇത് തിളച്ച് വരൽ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് ഇതിലേക്ക് ടൈഗറിൻ്റെ പിസ്തയുടെ മിക്സാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് കളർ എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക. നല്ലൊരു പിസ്തയുടെ ആ ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ചൈന ഗ്രാസ് ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ ചൈന ഗ്രാസ് ഇതിൽ നന്നായിട്ടൊന്ന് യോജിച്ച് വരാനുണ്ട്. അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ട്രേയിലാണോ ഒഴിച്ച് കൊടുക്കുന്നത് ആ പുഡിംഗ് ട്രേയിലേക്ക് ഒന്ന് അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ അരിക്കാതെ ഒഴിച്ച് കൊടുത്തു എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല. ഞാനൊരു പരിപാടിക്ക് വേണ്ടി ആയതുകൊണ്ടാണ് അരിച്ചെടുക്കുന്നത്. അപ്പോൾ 2 ട്രേയിലായിട്ടാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേഷൻ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ സിമ്പിളായിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് പിസ്ത ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് അതിങ്ങനെ വിതറി കൊടുക്കുകയാണ് ചെയ്യണത്. അതല്ലെങ്കിൽ അത് നന്നായിട്ട് പൊടിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ഡെക്കറേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഇത് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ രണ്ടാമതായിട്ട് തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് ബ്രെഡിൻ്റെ സ്ലൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാക്ക് ബ്രെഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ ഈ അരികു വശമൊക്കെ കട്ട് ചെയ്തെടുക്കണം. അത് കളയേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് റസ്ക് പൊടിയാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ബ്രൗൺ പാർട്ടൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. എന്നിട്ടൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കോഫി പൗഡർ ഇട്ട് കൊടുക്കണം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഈ തരിതരിയായിട്ടുള്ള കോഫിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു ടേബിൾ സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇളം ചൂടുള്ള പാലൊഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് ഇതിൽ യോജിച്ച് വരണം. പൊടിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ യോജിച്ച് കിട്ടും. ഇത് ഈ തരി ആയതുകൊണ്ട് കുറച്ചൊന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുകയാണ്. അതല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾക്ക് ബ്രെഡ് മുക്കാൻ ആവശ്യമായ പാല് ചേർത്ത് കൊടുക്കുക. എത്ര ബ്രെഡിൻ്റെ സ്ലൈസാണോ ഉള്ളത് അതിനനുസരിച്ചുള്ള പാല് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചധികം തന്നെ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു പാക്ക് ബ്രെഡ് ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ വേണ്ടി വരും. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ
ഈ ബ്രെഡ് ഈ കോഫി മിക്സിൽ ഒന്ന് മുക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങളെടുക്കുന്ന ട്രേക്ക് അനുസരിച്ചാണ് ബ്രെഡ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെയുള്ള കുറച്ച് വലിയ ട്രേ ആയതുകൊണ്ടാണ് ഇത്രയധികം ബ്രെഡ് വേണ്ടി വന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ അരികു വശത്തൊക്കെ ഇതുപോലെ വലിയ സ്ലൈസ് വെക്കണ്ടെന്നുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ അത് ഫില്ലാക്കി എടുത്താൽ മതി. വലിയ സ്ലൈസ് തന്നെ വെക്കണമെന്നില്ല. ചെറിയ കഷ്ണങ്ങളൊക്കെ ആ ഭാഗത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഇത് ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾക്കിതിൻ്റെ രണ്ടാമത്തെ ലെയർ ഉണ്ടാക്കിയെടുക്കണം. അതിനു വേണ്ടി സ്റ്റൗവിൽ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ലിറ്റർ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് വലിയ 2 ട്രേയിലേക്ക് ആയതുകൊണ്ടാണ് 1.5 ലിറ്റർ പാല് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വീട്ടിലെ ആവശ്യത്തിനാണെങ്കിൽ 1/2 ലിറ്റർ പാല് വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ പാലൊക്കെ ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് പാല് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 8 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഈ കോൺഫ്ലോർ നന്നായിട്ട് ഇതിലൊന്ന് മിക്സാക്കി എടുക്കണം. തിളച്ച പാലിലേക്ക് കോൺഫ്ലോർ നേരിട്ട് ഇട്ട് കൊടുക്കരുത്. ആദ്യം അതിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് അതിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കണം. ഇതിൻ്റെ അടിയിലിങ്ങനെ നല്ല കട്ടയായിട്ട് നിൽക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ മിക്സാക്കി എടുത്ത് ഞാൻ മാറ്റി വെക്കുകയാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് ചൈന ഗ്രാസും കൂടെ വേണം. അധികമൊന്നും വേണ്ട. ഒരു 10 ഗ്രാം ചൈന ഗ്രാസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ പാലിവിടെ ഞാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ സമയം തന്നെ ഈ കുതിർത്തെടുത്ത ചൈന ഗ്രാസും കൂടെ ഞാൻ മറ്റൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ചൈന ഗ്രാസും ഇളക്കി കൊടുക്കണം. ഇനിയിപ്പോൾ ഞാൻ ഈ പാലിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മധുരത്തിന് ആവശ്യമായ മിൽക്ക് മെയ്ഡും പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇനിയിപ്പോൾ ഈ പാല് തിള വരുന്ന സമയത്താണ് ഇതിലേക്ക് കോൺഫ്ലോറിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് തിള വരൽ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് ഞാനിതിലേക്ക് കലക്കി വെച്ചിട്ടുള്ള ആ കോൺഫ്ലോറും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അടിയിലൊന്നും പിടിക്കൂല. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കായ ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് തിളച്ച് കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് ഈ ഏലക്കായ മാറ്റുകയും ചെയ്യുക. അപ്പോൾ ഈ ഏലക്കായയുടെ ടേസ്റ്റൊക്കെ അതിലേക്ക് ഒന്ന് ഇറങ്ങി വരും ചെയ്യും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതൊന്ന് തിളച്ച് വരണം. ആ സമയത്താണ് ഇതിലേക്ക് മെൽറ്റാക്കി വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇപ്പോൾ ദാ തിളച്ച് വരൽ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ചൈന ഗ്രാസും കൂടെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ രണ്ടിൻ്റെ ചൂട് ഒരേ പാകത്തിലാക്കണം. അപ്പോൾ ഞാൻ ഈ ഏലക്കായൊക്കെ ഇതിൽ നിന്ന് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഏലക്കായൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചൈന ഗ്രാസ് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചൈന ഗ്രാസ് ഒഴിച്ച് കൊടുക്കുന്നതോടുകൂടി തന്നെ ഇളക്കി കൊടുക്കുകയും ചെയ്യുക. എന്നിട്ട് ഈ ചൈന ഗ്രാസ് നന്നായിട്ട് ഇതിൽ മിക്സാക്കി എടുക്കണം. നന്നായിട്ട് മെൽറ്റ് ആവണത് വരെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതിൽ മധുരം ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മധുരം കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കോൺഫ്ലോറും അതേപോലെ തന്നെ ചൈന ഗ്രാസും ഒക്കെ ചേരുന്നത് കൊണ്ട് തന്നെ മധുരം ഒന്ന് നോക്കുന്നത് നല്ലതാണ്. കാരണം ചിലപ്പോൾ മധുരം കുറവായിരിക്കും. അപ്പോൾ ഈ സമയത്ത് മധുരം ഇട്ട് കൊടുത്താലും മതി. നന്നായിട്ട് ഒന്നും കൂടെ മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മളെ രണ്ടാമത്തെ ലെയർ ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ നമ്മൾ എടുത്തു വെച്ച ആ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഈ മിക്സ് ഒന്ന് അരിച്ചതിന് ശേഷം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ രണ്ടിലും പകുതിയായിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ഡെക്കറേഷനൊന്നും ഞാനിവിടെ കാണിക്കണില്ല. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ഡെക്കറേഷൻ ചെയ്യാം. ഇനിയിപ്പോൾ അടുത്ത പുഡിങ് കോഫി പുഡിങ് തന്നെയാണ്. പക്ഷേ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ്. അതിനുവേണ്ടി ഞാനിവിടെ 10 ഗ്രാം ചൈന ഗ്രാസ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളത്തിലാണ് കുതിർത്ത് വെച്ചിട്ടുള്ളത്.
അപ്പോൾ 10 ഗ്രാം വേണമെന്നില്ല, കുറച്ചൊരു സോഫ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 8 9 ഗ്രാം എടുത്താൽ മതി. ഇനിയിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കോഫി ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പാലെടുത്തിട്ട് അതൊന്ന് കലക്കിയെടുക്കുകയാണ്. അപ്പോൾ 1/2 ലിറ്റർ പാൽ വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യണത്. അപ്പോൾ ഞാൻ 1/2 ലിറ്റർ പാൽ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഞാനൊന്ന് മാറിയപ്പോഴത്തേന് ഇത് നന്നായിട്ട് തിളച്ച് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഈ പഞ്ചസാര ഇതിലൊന്ന് അലിഞ്ഞ് വരട്ടെ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം വേണം ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തത് ഞാൻ ഇനിയിപ്പോൾ ഇതിൽ കാണിക്കണില്ല, മറ്റേതിലൊക്കെ കാണിച്ചത് കൊണ്ട് തന്നെ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ച കോഫീൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഈ ചൈന ഗ്രാസ് ഇപ്പോൾ ഇവിടെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ പാല് തിളച്ചതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ളതൊക്കെ ചെയ്തത് കേട്ടോ. ഇത് തിളച്ച് പൊങ്ങിയതുകൊണ്ടാണ് ഞാൻ ബാക്കിയുള്ളതൊക്കെ ഒന്നിച്ച് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം തന്നെ തിളച്ച് വരുമ്പോഴാണ് ബാക്കിയുള്ളതൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ചൈന ഗ്രാസൊക്കെ ഇതിൽ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒരു പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള പതയൊക്കെ വേണമെങ്കിൽ ഒരു കയ്യിൽ കൊണ്ട് മാറ്റാം. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ബ്രെഡ് ബട്ടറിലൊന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ ആ കോഫി മിക്സിൻ്റെ മുകളിൽ തന്നെ എന്തെങ്കിലും വേറെ ഡെക്കറേഷൻ ചെയ്താലും മതി. അപ്പോൾ ഈ കോഫി പുഡിങ്ങിൻ്റെ മുകളിൽ പലപ്പോഴായിട്ട് ചെയ്ത ഡെക്കറേഷനാണ് ഞാനിതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മിക്സ് ചെയ്തിട്ടുള്ളത് ആ കോഫി മിക്സിൻ്റെ മുകളിൽ കുറച്ച് ഫ്രഷ് ക്രീമും ഡാർക്ക് കോമ്പൗണ്ടും കൂടെ ഡബിൾ ബോയിൽ ചെയ്തതും കൂടെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തതും ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ ഒരു 3 പുഡിങ്ങാണ് ഞാൻ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫ്ലേവേഴ്സ് ഓഫ് ജാസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം ഇൻഷാ അല്ലാ.